ലേറ്റസ്റ്റ് ഫാഷൻ വീക്ക് ഡിസൈൻസിൻ്റെ ഒരു കോട്ടൺ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 പാറ്റേൺസ് ആണ് ഇതിൽ കാണാൻ പോവുക. അത് പ്യുവർ നമ്മുടെ കോട്ടൺ ഹെക്കോബയാണ്, അതിൽ ബാട്ടിക് പ്രിൻ്റ് ആണ്. അപ്പം ഇത്രയും കളർ ഷീറ്റ്സ് ഉണ്ട്. ഒരു എണ്ണത്തിൻ്റെ പാറ്റേൺ ഇതുപോലെ വരും, ഇങ്ങനെ ഒരു ജോമെട്രിക്കൽ സ്റ്റൈലിൽ വന്നിട്ട് അത് കുഞ്ഞൊരു ഡയമണ്ട്, അടുത്ത് വന്നിട്ട് ഈ ഒരു സ്റ്റൈൽ. അങ്ങനെ 2 ടൈപ്പ് ഓഫ് പാറ്റേൺസ് നമ്മൾ കാണുന്നുണ്ട്. രണ്ടിലും ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ്. ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് ഒരു വെറൈറ്റി ഷെയ്ഡാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണുന്ന ഒരു ഷെയ്ഡല്ല, ഒരു ഡസ്റ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ആഷ് ഗ്രീൻ്റെ ടോൺ ആണ്. ഇതേ സ്റ്റൈല് ഫ്രണ്ടിൽ എംബ്രോയ്ഡറിയും കട്ട് വർക്കും ആ ഒരു ബാട്ടിക് പ്രിന്റും, ബാക്കിൽ ജസ്റ്റ് ബാട്ടിക് പ്രിന്റ് മാത്രമാണ് വന്നിരിക്കുന്നത്. ആൻഡ് എൻഡ്സിൽ വരുമ്പം ഒരു ലൈറ്റ് ആയിട്ടുള്ള ലേസ് പാച്ച്, ദുപ്പട്ട ലൈറ്റ് കോട്ടണിൽ തന്നെ ബാട്ടിക് പ്രിന്റും, ബോട്ടം വരുമ്പോഴും കോട്ടൺ ഫാബ്രിക് വിത്ത് ബാട്ടിക് പ്രിന്റ്. അതിൻ്റെ തന്നെ അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് വന്നേക്കുക. ഇതേപോലെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, കോട്ടൺ ഫാബ്രിക്സ് യൂസ് ചെയ്യുമ്പോൾ വാഷ് ചെയ്യുമ്പം കളർ ഗാർഡ് യൂസ് ചെയ്താണ്. ചിലർക്ക് അറിയത്തില്ല. ഇങ്ങനെ വരും. എന്ത് ലുക്ക് വന്നേക്കുന്നത്, വളരെ കംഫർട്ടബിൾ ആണ് ആൻഡ് വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്. നമ്മളിപ്പം ഡെയിലി കോട്ടൺ കളക്ഷൻസിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ഹ്യൂജ് എൻക്വയറീസ് ആണ് വരുന്നത്. അപ്പം ഈ ഒരു കോട്ടൺ കളക്ഷൻ ഡിഫറെൻറ്റ്, അതായത് ഫാബ്രിക് സെയിം ആണ്, ഈ ബാട്ടിക് പ്രിന്റിലാണ് എല്ലാത്തിലും ചേഞ്ച് വന്നേക്കുന്നത്. പിന്നെ ചിലതിൽ വരുമ്പം ബോട്ടത്തിൽ പ്രിന്റ് കാണത്തില്ല. ഇത് ഇത്തവണ വന്നേക്കുന്നത് ഇതിൽ ഈ ഡിസൈൻസിൽ ഈ ബോട്ടത്തിലും ബാട്ടിക് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത കളർ ഷെയ്ഡ് നല്ലൊരു ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രീൻ ഷെയ്ഡിലാണ് വന്നേക്കുക. ബാട്ടിക് പ്രിന്റഡ് സ്റ്റൈൽ ആൻഡ് ഇതുപോലെ ബോർഡറിലൊരു ലേസ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ അതിൻ്റെ ദാമനിൽ വന്നിട്ട് ഒരു ലേസ് ബോർഡറും കൂടെ വരുന്നുണ്ട്. ഇത് ഓവറോൾ ലുക്ക് ഉണ്ട്. അതിൻ്റെ ദുപ്പട്ടയും നോക്കിക്കൊള്ളുക. എല്ലാവരും പറയും ദുപ്പട്ടയൊക്കെ അടുത്ത് കാണിക്കണമെന്ന്. ചെറിയൊരു ചെക്ട് ഫോമിലാണ്, എന്നാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട്. അതിൽ ബാട്ടിക് പ്രിന്റ് ചെയ്തിരിക്കുന്നു. ടോപ്പിൽ നിങ്ങൾക്ക് കാണാറില്ലേ എംബ്രോയ്ഡറി, ചെറിയ കട്ട് വർക്ക് ഫോം ആൻഡ് ബാട്ടിക് പ്രിന്റ്. അങ്ങനെയാണ് ഫ്രണ്ട്. ഇതാണ് ദുപ്പട്ടം. ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതിലെ ബാട്ടിക് പ്രിന്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. കോട്ടൺ ഹെക്കോബ തന്നെയാണ് ചെയ്തേക്കുക. ഇതിൽ ചെറിയ ചെറിയതുണ്ട്, ഒരു ഫ്ലവർ പോലത്തെ ത്രെഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ കട്ട് വർക്ക് പാറ്റേൺ വരുന്നു. ദുപ്പട്ട നോക്കൂ, ഇപ്പം കണ്ട സെയിം പാറ്റേൺ ഉണ്ട്. ചെറിയ ചെക്ട് ഫോമിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് കോട്ടൺ തന്നെയാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടും സോഫ്റ്റ് ആയിട്ടും കിടക്കുന്ന ബോട്ടമാണ്. സോറി, ദുപ്പട്ടയാണ്. ആൻഡ് ബോട്ടത്തിലും ഇതിലും പ്രിന്റ് വന്നിട്ടുണ്ട്. അതുപോലെ വരും പിങ്കിൻ്റെ ടോണിൽ വർക്ക് പാറ്റേൺസ് സെയിം, കുറച്ചധികം 2 പാറ്റേൺസ് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കളർ ഷെയ്ഡ്സ് ഇതിൽ വന്നിട്ടുണ്ട്. കളർ ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. ഇതേപോലെയാണ് ബോട്ടം വന്നേക്കുക. കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ്, എല്ലാം കോട്ടൺ ടു കോട്ടൺ പാറ്റേണിലാണ് വന്നേക്കുക. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്ന ഗ്രീൻ ഷോൺ, ഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡിൽ ദുപ്പട്ടയുടെ ബോർഡേഴ്സിൽ ലേസ് പാച്ചും വരുന്നുണ്ട്. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ടോപ്പിൻ്റെ ഡാമെല്ലാം ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ലേസ് ബോർഡർ ചെയ്തിട്ടുണ്ട്. വിത്ത് ബോട്ടത്തിലും ബാട്ടിക് പ്രിന്റ് ആണ് അതിലെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. എല്ലാം കോട്ടൺ കളക്ഷൻ വിത്ത് ബാട്ടിക് പ്രിന്റ്, എംബ്രോയ്ഡറി പാറ്റേൺ, ലൈറ്റ് വെയിറ്റ് കോട്ടണിൽ തന്നെ ചെറിയ ചെക്ട് ഫോമും ബാട്ടിക് പ്രിന്റും ആണ്. ദുപ്പട്ടയിൽ വിത്ത് ബോട്ടത്തിലും ബാട്ടിക് പ്രിന്റ്. 2 ഡിസൈൻസ് ആയിരുന്നു. രണ്ടിനും റേറ്റ് സെയിം ആണ്. 1290 ആണ്. വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. താങ്ക് യു.